ഇറാൻ കലാപം അടിച്ചൊതുക്കി. 1,00,000-ലധികം പ്രക്ഷോഭകാരികളെ ജയിലിലടച്ചുകൊണ്ട് ശാന്തമായിരിക്കുന്ന ഒരു പ്രഭാതം നിർമ്മിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഇറാൻ ഗവൺമെൻറ് ശക്തമായിരിക്കുന്ന നടപടി പ്രക്ഷോഭകർക്ക് നേരെ നടത്തിയത്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രക്ഷോഭമുണ്ടായിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യം വ്യക്തമായിരിക്കുന്ന ചില നിലപാടുകൾ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞു, ജനാധിപത്യ രാജ്യമാണ് ഇറാൻ എന്നതിനാൽ തന്നെ ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും അവകാശവും അധികാരവുമുണ്ട്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പ്രതിഷേധമാണ്. അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആരംഭിച്ച് യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് പ്രക്ഷോഭങ്ങളായിട്ട് സമരങ്ങളായിട്ട് പുറത്തു വന്നു. അത് പ്രക്ഷോഭമായിട്ട് മാറി. ചില പ്രദേശങ്ങളിൽ നിന്ന് ബിസിനസ്സുകാരും കച്ചവടക്കാരും അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്തു. വിരോധമില്ല, ഞങ്ങളത് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള പരാതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും എന്താണോ അത് കേൾക്കാൻ ഗവൺമെൻറ് ഭരണകൂടം തയ്യാറാണ്. വാതിലുകൾ മലക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വന്നിട്ട് പരാതി ബോധിപ്പിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഗവൺമെൻറ് പ്രതിനിധികൾ എത്താനും തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇതിനുള്ള മറുപടി പ്രക്ഷോഭകാരികളിൽ നിന്നോ സമരകാരികളിൽ നിന്നോ ഗവൺമെൻറ് ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നേതൃത്വപരമായിരിക്കുന്ന ഒരു പങ്കാളിത്തമുള്ള സമര രീതിയല്ല യഥാർത്ഥത്തിൽ ഇറാനിൽ ഈ ഉടനീളം നടത്തിയത് എന്ന് ചുരുക്കം. അതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. നേതൃത്വം വെച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണെങ്കിലും അതിനൊരു അടിസ്ഥാനവും അതിനൊരു നേതൃത്വവും അതൊരു ലക്ഷ്യവും ഒരു ലക്ഷ്യബോധ കാര്യങ്ങളും ഉണ്ടാവും. അതൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ പറഞ്ഞത് ഇത് സ്പോൺസേഡ് സമരമാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ രാജ്യത്ത് ആഭ്യന്തര കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവണം എന്ന് കരുതിയിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ്. അതൊരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഇറാൻ്റെ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രിയും രാജ്യത്തിൻ്റെ പരമോന്നത നേതാവും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനം വെച്ച് പൊറുപ്പിക്കില്ലെന്ന് ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായി പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ പിന്നീട് ശക്തമായിരിക്കുന്ന നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. തെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ് എന്നീ പ്രദേശങ്ങളിലുള്ള നഗരങ്ങളിലുള്ള 30-ലധികം മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സമര രീതികൾ കഠിനമായിട്ട് വന്നത്. അവിടെ കംപ്ലീറ്റ് ഈ സൈന്യം ഇടപെട്ടുകൊണ്ട് അവരെ നിയന്ത്രിക്കുകയും അറസ്റ്റ് ചെയ്യുകയും മേഖല ശാന്തമാക്കുകയും ചെയ്തു. സാമ്പത്തിക ബദൽ നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ച ശേഷമുള്ള പ്രതിഷേധം രാജ്യദ്രോഹമാണെന്ന് സർക്കാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. ഇതിലുള്ള മറ്റൊരു പ്രത്യേകത അവർ പറയുന്നത് 1,00,000 പേരെ തങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൽ ഏറ്റവും ഈ പ്രാധാന്യമുള്ള വിഷയം മൊസാദ് ഏജൻറ്റുമാർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊസാദ് ഏജൻറ്റുമാരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തികൾ ഈ പ്രക്ഷോഭകാരികൾ ചെയ്തത് എന്ന് ചുരുക്കം. വിദേശ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ കലാപ ആഹ്വാനമായിട്ട് തന്നെ ഇറാൻ ഇതിനെ കാണുകയും ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നേതൃത്വ സംവിധാന കാര്യങ്ങളില്ലാത്ത ഒരു സമര രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാമ്പുറം ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. വാജ എന്ന് പറയുന്ന സിവിലിയൻ രഹസ്യ ഏജൻസിയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടത്. അഥവാ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തോടനുബന്ധിച്ച് യുദ്ധത്തിന് ശേഷം ഒരു രഹസ്യമായിരിക്കുന്ന സൈനിക സംവിധാനത്തെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വെസ്രത്ത് ഇ എത്തിലാത്ത് എന്നാണ് അതിൻ്റെ പേര്, വാജ. ഇവരുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരിലെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിദേശ ചാരപ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുക, സർക്കാർ വിരുദ്ധ ഈ പ്രവർത്തകരെ നിരീക്ഷിക്കുക, ഭീകരവാദ വിരുദ്ധ സംവിധാനമായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രീയ വിരോധികളെ നിയന്ത്രിക്കുകയും അവരുടെ ലക്ഷ്യകാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുക, അല്ലെങ്കിൽ എടുക്കുക എന്നൊക്കെ വേണേൽ പറയാൻ പറ്റൂ. അപ്പോൾ ഇവിടെ പ്രക്ഷോഭം നടന്നു, സമരങ്ങൾ നടന്നു. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും ജനകീയ പ്രക്ഷോഭം എന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട വാജ എന്ന് പറഞ്ഞ സിവിലിയൻസ് രഹസ്യ ഏജൻസി നുഴഞ്ഞു കയറുകയും അവരോടൊപ്പം ഒരുപാട് പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു.
അപ്പോൾ അതിൽ നിന്ന് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മൊസാദ് സംവിധാനം നിയന്ത്രിക്കുന്ന തരത്തിലാണ് പല ഘട്ടങ്ങളിലും ഈ വാജ എന്ന് പറയുന്ന സിവിലിയൻസ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ബോധ്യമായത്. അപ്പോൾ ഇതിനൊരു നേതൃത്വമില്ല എന്നുള്ള കാര്യം ഉറപ്പായി. മാത്രമല്ല ഈ പ്രക്ഷോഭ സമര പരിപാടികൾ നടത്തപ്പെടുന്ന സമയങ്ങളിലെല്ലാം ദിവസം 3ഉം 4ഉം തവണയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാളുടെ സോഷ്യൽ ട്രൂത്തിൽ ഈ വിഭാഗത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ അറിയിച്ചിരുന്നു. പ്രക്ഷോഭകാരികൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമമോ വിഷയമോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ അതിൽ ഇടപെടും എന്നാണ് അമേരിക്ക പറഞ്ഞത്. അമേരിക്കയ്ക്ക് ഇതിലെന്ത് കാര്യം എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞതുമില്ല. കാര്യം ഈ സംഭവം നടക്കുന്നത് ഇറാനിലാണ് സമരങ്ങളും ഇറാനിലാണ് സർക്കാരും അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാനിലാണ്. അവരുടെ ഒരു ആഭ്യന്തര വിഷയമാണ്. ജനാധിപത്യ സംവിധാന പ്രക്രിയ പ്രകാരം അവർക്ക് സമരം നടത്തുന്നതിന് എതിരല്ല എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നു. കാര്യം അവിടെ ഭരിക്കുന്നത് തന്നെ ജനാധിപത്യ സംവിധാനമുള്ള ഒരു സർക്കാർ ഭരണകൂടമാണ്. പക്ഷേ അവർക്ക് നേതൃത്വമില്ല. അത് ഈ പിന്നാമ്പുറം അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ കളികൾ എവിടെയും കാണാൻ പറ്റില്ല. ഒറ്റപ്പെട്ട രീതിയിലാണ് ഈ മൊസാദ് ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും ഒടുവിലാണ് പുറത്തു വരിക തന്നെ ചെയ്തത്. അപ്പോൾ അവർ വളരെ രഹസ്യമായ രീതിയിൽ ഗൂഢതന്ത്രം പ്രയോഗിച്ചു കൊണ്ടാണ് പല ഘട്ടങ്ങളിൽ പല രാജ്യങ്ങളെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാറുള്ളത്. അപ്പോൾ ഒരു കലാപ വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കലാപ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഇറാഖ് പോലെ അവരുടെ ആണവ കേന്ദ്രം ആക്രമിക്കുക. അത് പിന്നെ ഈ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല. അത് മുൻപ് ഇറാഖിലെ ഈ ആണവ കേന്ദ്രം ആക്രമിച്ചത് ഇറാഖ് യുദ്ധത്തിലാണ്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ സിറിയ മോഡൽ സായുധ വിഭാഗത്തെ അല്ലെങ്കിൽ സൈനിക ക്യാമ്പ് ആക്രമിക്കുക. ഈ വിഷയവും യഥാർത്ഥത്തിൽ എന്തുണ്ടായിരുന്നത് സിറിയയിൽ അവർ നടത്തി വിജയിച്ചതാണ്. 4 മുതൽ 7 ദിവസം ആ രാജ്യത്തുള്ള ഏകദേശം 35-45% രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലുകൾ, യുദ്ധവിമാനങ്ങൾ, സൈനിക കവചിത വാഹനങ്ങൾ അപ്പാടെ ഇസ്രായേൽ നശിപ്പിച്ചു. നശിപ്പിക്കാൻ ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സർക്കാരിൻ്റെ ഭരണമാറ്റവും പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതും രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബഷർ അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് അഭയം തേടി പോയതുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ട് അതിനെല്ലാം മാത്രമായിട്ടുണ്ടായിരുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് പുതിയ ഭരണാധികാരി അധികാരത്തിൽ വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ജനങ്ങളുടെ സ്വാതന്ത്ര്യം, പിന്നീട് ഈ അസദിൻ്റെ ഭരണകൂടത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഖബർ പോലും പൊളിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് വലിയ പ്രാധാന്യം, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഒരു ഭൂമികയായിട്ട് യഥാർത്ഥത്തിൽ സിറിയ മാറിയത് ആ ഘട്ടത്തിലാണ്. ഈ ഒരു സമയം ഇസ്രായേൽ ഉപയോഗപ്പെടുത്തി. അപ്പോൾ രാജ്യവും അതിൻ്റെ സൈന്യവും അതിൻ്റെ സംവിധാനവും ലോകാന്തര മീഡിയകളും സിറിയയിലെ ഈ വിഷയവും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്ത പണി വളരെ രഹസ്യമായ രീതിയിൽ യുദ്ധവിമാനങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് ഈ സിറിയയുടെ സൈനിക ആയുധ ബലവും ശക്തിയും നശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പരമാവധി നശിപ്പിച്ചു കഴിഞ്ഞു. അതോടുകൂടി അവസാനിച്ചിട്ടില്ല. പിന്നീട് ഗോലാൻ കുന്നിൻ്റെ മേഖല കൈയടക്കിക്കൊണ്ട് അത് ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുത്തുകയും ചെയ്തു. അപ്പോഴൊന്നും മിണ്ടാൻ വേണ്ടി സാധിച്ചില്ല. കാര്യം മിണ്ടേണ്ടത് അമേരിക്കയാണ്. കാരണം അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അമേരിക്കക്ക് ഇസ്രായേൽ എന്താണോ ചെയ്യുന്നത് അതിന് സപ്പോർട്ടാണ്. അപ്പോൾ അമേരിക്ക മിണ്ടാൻ വോയിസുകളൊന്നും ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതിന് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാക്കുക ഇറാനിൽ എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പാളിപ്പോയി. അതെവിടെയും എത്താത്ത രീതിയിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇറാൻ ഈ പറയപ്പെട്ട രഹസ്യ വിഭാഗത്തെ പുറത്തെടുത്തുകൊണ്ട് ഈ പ്രക്ഷോഭകാരികൾക്കിടയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എന്താണ് എന്നുള്ളതും ആരാണ് ഇതിൻ്റെ നേതൃത്വം എന്നുള്ളതും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, അതിനനുസരിച്ചുള്ള നീക്കുപോക്കലുണ്ടായി. അങ്ങനെ അറസ്റ്റുണ്ടായി, പ്രതിരോധമുണ്ടായി, അവരെ ചോദ്യം ചെയ്യുന്നതിനോടനുബന്ധിച്ച് മൊസാദ് സംഘമുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്പോൺസേർഡ് സമരമാണ് എന്ന് ഇറാൻ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വിവരം പറയുകയും ചെയ്തു. അങ്ങനെയാണ് അമേരിക്കയും ഇസ്രായേലിന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയാൽ അത്ര പെട്ടെന്നൊന്നും ഇത് അവസാനിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് ആയത്തുള്ള അലി ഖംനായി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകിയാൽ അതിൻ്റെ തൊട്ട് പിറകെ തന്നെ അത് സാധ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് സൈനികർ നീങ്ങുമെന്ന് ഉറപ്പാണ്. ഇതിനു മുൻപ് ഇറാൻ്റെ സൈനിക കമാൻഡർ ബാഗ്ദാദിൽ വെച്ച് വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ അമേരിക്കയുമായിട്ട് യുദ്ധപ്രഖ്യാപനം യുദ്ധം ആവശ്യമാണെന്നും അത് നടപടി നടത്താൻ പോവുകയാണ് എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. വല്ലാതെ വൈകാതെ ആക്രമിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്.